നമ്മൾ അവിടെ ഇരിക്കും, നമ്മൾ വിചാരിക്കും ഓ കേരളം ഗോഡ്സ് ഓൺ കൺട്രി, ഇത് അറിഞ്ഞൂടാത്ത ആരുണ്ടെന്ന് ചിന്തിക്കും. നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇനി 30 കൊല്ലം കഴിഞ്ഞിട്ട് കേരളത്തിന് നമ്മൾ ഒരു ഭയങ്കര സംഭവമാക്കാൻ പോവാം. ഞാൻ ആ പരിപാടി കണ്ട് തരിച്ചു എന്നല്ലാണ്ട് ഉപ്പോളത്തിന് തൊട്ടടുത്ത് നെൽകൃഷി ചെയ്യണ ലോകത്തിലെ ആകെ ഒരു സ്ഥലമുള്ളൂ. ഖത്തറിൽ നിന്ന് രാജകുടുംബത്തിൽ വർക്ക് ചെയ്യുന്ന ആള്. അപ്പൊ ഖത്തർ രാജകുടുംബത്തിൽ നിന്ന് രാജകുടുംബം ഫ്രാൻസിൽ വന്നപ്പോ ആ ആൾ ചാടി. എനിക്ക് ഇത് കേട്ടോടി എനിക്ക് പ്രാന്തായി തുടങ്ങി. ലോകം തിരിച്ചറിയുന്ന ബിൽ ഗേറ്റ്സ് പോലെയുള്ള രാജാക്കന്മാര് വരുന്നുള്ള എന്തായിരിക്കും അതിന്റെ രഹസ്യം? എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പോഡ്കാസ്റ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മളൊരു പരിപാടി തുടങ്ങാനായിട്ടുണ്ടല്ലോ. ഏകദേശം 8 മാസത്തോളമായി ട്രാവലിസ്റ്റ് ചാനലിൽ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാനായിട്ട് കാത്തിരിക്കണു. അങ്ങനെ എന്തിനു പറയണു, അവസാനം സിയാറ്റിൽ വിശാലേട്ടൻ്റെ മുമ്പിൽ ചേർന്ന് തുടങ്ങാനായിട്ടുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടി. അപ്പോൾ നമസ്കാരം വിശാലേട്ടാ. നമസ്കാരം. അപ്പൊ നമ്മളൊരു പരിപാടി തുടങ്ങണം. ട്രാവലിസ്റ്റയിൽ ഇനി ട്രാവൽ മാത്രമായിട്ടുള്ള കണ്ടന്റുകളല്ല, കുക്കിംഗ് മാത്രമായിട്ടുള്ള കണ്ടന്റുകളല്ല. നമ്മൾ ഇത്ര ലോകം മൊത്തം കറങ്ങുന്നുണ്ട്, എല്ലായിടത്തും പോയി തെണ്ടി തിരിഞ്ഞ് ഒരു തെണ്ടി നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു യൂണിക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ലോകത്തിന്. നമുക്ക് നമ്മൾ എന്താ പറയുക, യാത്ര ചെയ്യുമ്പോൾ കണ്ട ചില കാര്യങ്ങൾ നമുക്ക് വ്ളോഗിൽ എത്താൻ പറ്റാത്ത രീതിയിൽ കുറേ ഇത് നടക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് പല ഇൻസ്പിറേഷൻ സ്റ്റോറികളും എന്താ പറയുക ടെക്നോളജി പരിപാടികളായാലും നമ്മൾ ഇനി ലോകത്ത് നമുക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുമോ, ട്രാവലിസ്റ്റ് കണ്ട കാഴ്ചകളിൽ എന്തെങ്കിലും സംഭാവന കാണിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു എക്സ്പെരിമെന്റ് ആണ് ശരിക്കും ഈ പോഡ്കാസ്റ്റ് പരിപാടി. തുടങ്ങല്ലേ നമുക്ക്? തുടങ്ങാം. എന്തൊരു വിശേഷം ഈ പോഡ്കാസ്റ്റ് പരിപാടിനെ പറ്റി? അല്ല, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പോഡ്കാസ്റ്റ്. കാരണം നമ്മൾ ഈ 60-61 രാജ്യം സഞ്ചരിച്ചു. ആ സഞ്ചരിച്ച് നമ്മൾ യുണീക്കായിട്ടുള്ള കണ്ടന്റുകൾ തേടി അതെല്ലാം ലോകത്തിന് മുമ്പേ എത്തിച്ചു. പക്ഷേ ഈ 61 രാജ്യം സഞ്ചരിച്ച് സാൻഡപ്പൻ നേടിയ അറിവുകൾ ഒരുപാടുണ്ട്. സാൻഡപ്പൻ കണ്ടത്, പഠിച്ചത്, അറിഞ്ഞ വ്യക്തികൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് എല്ലാം നമുക്ക് വീഡിയോയിൽ, കഥകൾ ഒരുപാട് വീഡിയോയിൽ നമുക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് പിന്നെ ബിഹൈൻഡ് ദ സീൻസ് അതും ചില വീഡിയോക്കൊക്കെ സ്ട്രഗിളിങ് മാത്രമല്ല, നമുക്ക് ചില വീഡിയോസിലൊക്കെ നമ്മൾ ആ എപ്പിസോഡിന്റെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ പോവാം. ഇതിന്റെ ഇടയിൽ കുറെ സംഭവവികാസങ്ങൾ നടക്കും. ആദ്യത്തെ ആഫ്രിക്കൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണം ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കാം. അപ്പോൾ ക്വാളിറ്റി നോക്കിയിട്ട് ക്വാളിറ്റി ഉണ്ടായാലും തുടങ്ങുള്ളൂ. അങ്ങനെ 2024 ഈ ഒരു ജൂലൈ മാസം വരെ കാത്തിരിക്കേണ്ടി വന്നു. എന്തായിരുന്നല്ലോ ഇവിടെ സിയാറ്റിൽ തുടങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അടുത്ത രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് എക്യൂപ്മെന്റ്സ് ഞാൻ മറ്റേ ആദ്യമായിട്ട് വന്നിറങ്ങില്ല അമേരിക്കയിൽ. ഞാൻ ജിമ്മിച്ചിന്റെ അടുത്ത് പറഞ്ഞു, ജിമ്മിച്ചാ നമ്മൾ ഇവിടെ ഇനി ഒരു പോഡ്കാസ്റ്റ് പരിപാടി തുടങ്ങുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ട്രാവലിൻ്റെ ഇടയിൽ എല്ലാ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ നമ്മൾ ഈ കൺസൂൺസൊക്കെ പറഞ്ഞ് പുതിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഒരു പരിപാടി. അപ്പോൾ ജിമ്മിച്ച് പറഞ്ഞു നമുക്ക് തുടങ്ങാം. അത് ജിമ്മിച്ചിന് വലിയ ഐഡിയ ഉണ്ടാകുന്നില്ല അതിന് പറ്റിയിട്ട്. നമ്മൾ പറഞ്ഞു ഓക്കെ, നമുക്ക് ഓരോ സാധനങ്ങൾ മേടിക്കണം, അത് ചെയ്യണം, മൈക്ക് മേടിക്കണം, അതിനുള്ള സാധനങ്ങൾ മേടിക്കണം, അങ്ങനെ എല്ലാ ഐറ്റംസും മേടിച്ചു. പക്ഷെ തുടങ്ങാൻ പറ്റിയില്ല. അപ്പോഴേക്കും കപ്പിത്താനെ മേടിച്ചു. പിന്നെ കപ്പിത്താനായിട്ടുള്ള യാത്ര തുടങ്ങി. അപ്പോൾ അങ്ങനെ ബ്ലോക്കായി ഇങ്ങനെ ഇരിക്കായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. അതെന്തായാലും നന്നായി. ഇങ്ങനെ ഒരു സംരംഭം, അതിന് പേര് ഞാൻ ശ്രദ്ധിച്ചു, പോഡ്കാസ്റ്റാ. ട്രാവലിസ്റ്റേക്ക് ഒരു പോഡ്കാസ്റ്റ് വേണമല്ലോ. ട്രാവലിസ്റ്റേക്ക് പോഡ്കാസ്റ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പോഡ്കാസ്റ്റേക്ക് ഒരുപാട് മാനങ്ങൾ വരുത്താം. പോഡ്കാസ്റ്റാ എന്നിട്ട് തൃശ്ശൂർ സ്റ്റൈൽ ഉണ്ട് അതില്. അങ്ങനെ ഒരു തുടക്കം തുടങ്ങാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഞാൻ സിയാറ്റിൽ വന്നപ്പോൾ, ശരിക്കും സിയാറ്റിൽ വന്നതോടുകൂടിയാണ് എൻ്റെ എല്ലാ ചിന്താഗതിയും നമ്മൾ പറഞ്ഞ പോലെ ബിൽ ഗേറ്റ്സും ആമസോണിന്റെ മുതലാളിയും അതേപോലെ എല്ലാ മുതലാളിമാരും തുടങ്ങിയ ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജിയും കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ ആവട്ടെ ഈ ഒരു തുടക്കം, നമ്മളൊരു പുതിയൊരു തുടക്കം. നമ്മളെന്നും എന്താ പറയുക, അലച്ചിൽ ഇങ്ങനെ അലഞ്ഞ് നടക്കണു, അങ്ങനെ ചെയ്യണം ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്ന് ഇരുത്തം വരണ്ട ആൾക്കാർക്ക്. അപ്പോൾ ആ ഒരു ഇരുത്തത്തിൽ നമ്മൾ ട്രാവൽ വീഡിയോസിൻ്റെ കൂടെ തന്നെ പോഡ്കാസ്റ്റ് പരിപാടി, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടും. എല്ലാവരും നമുക്ക് നമ്മുടെ ഒപ്പം കൊണ്ടുവരുന്ന ട്രാവൽ വീഡിയോ ചെയ്യിക്കാൻ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നല്ല ലെജൻഡറി ആൾക്കാരെ കാണാം, ചില സെലിബ്രിറ്റികളെ കാണാം, ചിലപ്പോൾ നല്ല സക്സസ് ആയിട്ടുള്ള ലോകത്ത് ബിസിനസ് സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ കാണാം. അങ്ങനെ ഒരുപാട് കാറ്റഗറിയിലുള്ള ആൾക്കാർ നമ്മൾ കണ്ടുപോകുന്നുണ്ട്. പലർക്കും വീഡിയോയിൽ വരണമെന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും ട്രാവലിൻ്റെ കൂടെ വന്നാൽ നമുക്ക് ഒരു ദിവസം എപ്പിസോഡ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അയ്യോ ഞാനില്ലടാ, ഞാൻ ട്രാവൽ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലില്ല ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചില വ്യക്തികളെ കാണുമ്പോൾ
നമുക്ക് അവരോട് കുറേ സംസാരിക്കാൻ തോന്നും, അവരെ നിന്ന് കുറേ അറിവുകൾ മേടിക്കാൻ തോന്നും. അപ്പം എനിക്ക് കിട്ടണത് എനിക്ക് എപ്പോഴും നമ്മൾ അവരെന്തെങ്കിലും പറയുമ്പോൾ അത് വീഡിയോയിലേക്ക് ആക്കണം, അത് ക്യാമറയിൽ പതിപ്പിക്കണം, അത് എൻ്റെ ഒരു മൂഡതാണല്ലോ, ഒരു അത്യാഗ്രഹമാണ്. അപ്പോൾ അത് പല സമയത്ത് എനിക്ക് പറ്റാറില്ല. എപ്പിസോഡിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എപ്പിസോഡിൻ്റെ സ്വഭാവം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഗോൾഡ് എടുക്കാൻ പോയി, ഗോൾഡിൻ്റെ എപ്പിസോഡ് നടക്കുമ്പോഴാവും ചിലപ്പോൾ ഒരു നല്ലൊരാളെ കണ്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആളുടെ സ്റ്റോറി പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇരുന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമുക്കത് കാലഘട്ടത്തിനൊപ്പം നമ്മളും വളരണമല്ലോ. അതിൻ്റെ ഒരു ബേസാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങണമെന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇതേ ഉദ്ഘാടനം കഴിക്കണം നമ്മുടെ പോഡ്കാസ്റ്റ് പ്രോഗ്രാം. അപ്പോൾ ആദ്യത്തെ പോഡ്കാസ്റ്റ് പ്രോഗ്രാം എന്നിട്ട് നമുക്ക് പേരിട്ടുണ്ട്. നമ്മൾ ഓരോ സെഗ്മെൻ്റ് ആയിട്ട് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. അതിൽ എന്താ പറയുക, ഇവിടെ സിയാറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംരംഭകരുടെ തറവാടാണ്. അതെ അതെ. പിന്നെ സിയാറ്റിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു വലിയൊരു എനർജി, വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ട് ഈ തറവാടെന്ന് പറയുന്നതോടൊപ്പം തന്നെ അതും കൂടിയും പറയണം. നമ്മളിവിടെ നമ്മൾ കേരളത്തിൽ എങ്ങനെയാണ് നമ്മൾ ഗൾഫിൽ നിന്ന് കേരളത്തിൽ എങ്ങനെയാണ് വന്നിറങ്ങണേ, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു നല്ല മറ്റേ മരുഭൂമിയിൽ നിന്ന് നേരെ പച്ചപ്പിലേക്ക് വന്നിറങ്ങണ പോലെ. അപ്പോൾ ഞാൻ ടെക്സസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഒറീഗൻ കയറിയിട്ടാണ് വരുന്നത്. നമ്മൾ ലാസ്റ്റ് വന്നപ്പോൾ ടെക്സസിൽ നിന്ന് ആ ഡ്രൈ ലാൻഡിൽ നിന്ന് പെട്ടെന്ന് ഇവിടേക്ക് എത്തിയപ്പോൾ ഭയങ്കര മാറ്റമാണ്. നമുക്ക് ആ ഒരു ഫീൽ, എയറിൽ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ടൂറിസം മേഖലയായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എപ്പിസോഡ് തുടങ്ങാം. നമ്മുടെ കേരളവുമായി ഉപമിക്കാവുന്ന രീതിയിലുള്ള കേരളത്തിലെ ആൾക്കാർക്ക് പ്രയോജനപ്പെടുത്തുന്ന ഉപകാരങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി, ടൂറിസം സംരംഭങ്ങൾ, ടൂറിസം ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട്. തീർച്ചയായും. കാരണം കേരളമായിട്ട് കുറേ നമ്മളിപ്പോൾ ഒരു ഭൂതലം ശ്രദ്ധിച്ചാലും നമ്മൾ അതിൻ്റെ ഒരു പച്ചപ്പും നമുക്ക് കേരളത്തിലുള്ള പോലത്തെ ഒരു പശ്ചിമഘട്ടം ഇവിടെയുണ്ട്, നോർത്തേൺ കാസ്കേഡ്സ് എന്ന് പറയും. അപ്പോൾ അതേപോലെ ഒരു പശ്ചിമഘട്ടം, ആ പശ്ചിമഘട്ടത്തിൻ്റെ ഗുണമാണ് ഇവിടെ മഴ പെയ്യുന്നതും പച്ചപ്പാണ്. അപ്പോൾ നമ്മൾ ഈ വെസ്റ്റ് കോസ്റ്റിൽ പലരും ഇങ്ങനെ ഓക്കെ നമുക്കൊരു വെക്കേഷൻ പോകണം അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോകണം എന്ന് പറയുമ്പോൾ കൂടുതൽ വരും വാഷിങ്ടൺ സ്റ്റേറ്റ് ഭയങ്കര മനോഹരം, സിയാറ്റിൽ പോകാം, അങ്ങനെ വരും. ഈവൻ ഒറിഗണിലുള്ളവരും അടുത്ത സംസ്ഥാനത്തിലുള്ളവരും വരും, ദൂരമുള്ളവരും നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ വാഷിങ്ടൺ എന്ന് ചിന്തിക്കും. നമ്മളെ നാട്ടിൽ പലരും കേരളം ഒന്ന് ചിന്തിക്കുന്നതല്ല. ഒരുപാട് പേർക്ക് ചിന്തിക്കാനുണ്ട്, ഒരുപാട് പേര് അറിയാത്തവരുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വാഷിങ്ടൺ DC ന്യൂയോർക്ക് ആ ഒരു കൺസെപ്റ്റാണല്ലോ എല്ലാവർക്കും അറിയാം. എനിക്കടക്കം നമ്മൾ ഈ അടുത്ത കാലത്ത് ഇതിനെ പറ്റി പഠിച്ചാണെങ്കിൽ വാഷിങ്ടൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ട്, വാഷിങ്ടൺ DC എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണെന്നുള്ള കാര്യം രണ്ട് ദിക്കിലാന്നുള്ള കേസും ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. അതെ അതെ. വാഷിങ്ടൺ DC എന്ന് പറയുന്നത് നമ്മളൊരു യൂണിയൻ അത് സ്റ്റേറ്റ് അല്ല, നമ്മൾ യൂണിയൻ ടെറിട്ടറി പോലത്തെ ഡൽഹിയൊക്കെ പോലെ ഒരു സംഭവമാണ്. പക്ഷേ വാഷിങ്ടൺ സ്റ്റേറ്റ് നമ്മൾ ജോർജ് വാഷിങ്ടൺ ഫാദർ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ്. പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ താമസിക്കുന്ന സിയാറ്റിൽ എന്ന് പറയുന്ന കിങ് കൗണ്ടി, അത് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. മാർട്ടിൻ ലൂതർ നമ്മൾ മഹാത്മാഗാന്ധിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ഇവിടുത്തെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച് മഹാത്മാഗാന്ധിയെ പോലെ തന്നെ വെടികൊണ്ട് അസാസിനേറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരുപാട് പുള്ളിക്കാരൻ്റെ ഈ പ്രസംഗമെല്ലാം പണ്ട് സ്കൂളുകളിലൊക്കെ നമ്മളെ നാട്ടിലെ സ്കൂളുകളിലും ഈ എലക്യൂഷനൊക്കെ ഇത് ചെയ്യാറ്. അപ്പം അതേപോലെ ഒരു മഹത് വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് കിങ് കൗണ്ടി. അവിടെയാണ് സിയാറ്റിൽ നമ്മളെ മേപ്പിൾ വാലിയും എല്ലാം. മോന്റെ പേരിൽ ഉദർന്നായതും ചിലപ്പോൾ കണക്ഷൻ ആയിരിക്കും. അതായിരിക്കാം, അത് ശരിയാട്ടോ, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അപ്പൊ നമുക്ക് എങ്ങനെ കേരളത്തിൽ ഇപ്പൊ എനിക്ക് ഈ പരിപാടിക്ക് ആണെങ്കിൽ ഫ്യൂച്ചർ ഓഫ് കേരള എന്നൊരു പേരിട്ടാണെങ്കിൽ നമ്മൾ കേരളത്തില് എന്തൊക്കെ പുതിയ സാധ്യതകൾ കൊണ്ടുവരാം, നമ്മൾ വാഷിങ്ടണുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് നമുക്ക് ആശയങ്ങൾ പങ്കിടാം. ചിലപ്പോൾ പൊട്ടത്തിലായിരിക്കാം, ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ അതിലൂടെ ഒരാൾ ആ ഒരു ആശയത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ അവർക്കൊരു ഗുണം, നമ്മുടെ നാടിന് ഗുണം, എല്ലാവർക്കും ഉണ്ടല്ലോ. അതെ അതെ. അല്ല, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ഈ രാജ്യങ്ങൾ സഞ്ചരിച്ചു എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. നമ്മൾ ആ സഞ്ചരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ നമ്മൾ ഒരുപാട് മോശം കാര്യങ്ങളാണ് നമ്മൾ നമ്മളെ നാട്ടിലത് ഇവിടെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ കണ്ടതിൽ വെച്ച് ചിലത് ഓക്കെ ഇത് നമുക്ക് നാട്ടിലും ചെയ്യാലോ, അല്ലെങ്കിൽ നാട്ടിൽ ചിലപ്പോൾ തെന്നിയും തെറിച്ചോ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും അത് കുറച്ചും കൂടെ പ്രാബല്യത്തിൽ വരുത്തി കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിന് ഗുണം ചെയ്യും, അല്ലെങ്കിൽ സമ്പദ്ഘടനയ്ക്ക് ഗുണം ചെയ്യും, വ്യക്തികൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ അത് വളരെ നല്ലൊരു ആശയമാണ്. അപ്പോൾ ശരിക്കും ഞാൻ തുടക്കമിടാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഞാനിവിടെ വാഷിങ്ടണിൽ വന്നപ്പോൾ വിശാലേട്ടൻ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാറിൽ പോവാം. അപ്പോൾ തണുപ്പ് കാലത്തായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയത്. സിയാറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ വിശാലേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ സാറിന് ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം, നല്ല തണുപ്പുള്ള ദിവസമാണ് അല്ലേ, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ അങ്ങനെ. അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് വിശാലേട്ടൻ ഒരു മറ്റേ ഇതില്ല പറയാം,
ഫെറി വീല്. ഫെറിവീലിന്റെ അടുത്തേക്ക് എത്തിയപ്പോ ഞാൻ പിള്ളേരെ കളിപ്പിക്കുന്ന എന്തെങ്കിലും പരിപാടിയാവും. അടുത്തേക്ക് എത്തിയപ്പോ അപ്പൊ അവിടെ വന്നിട്ടുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മള് മാളുകളിലൊക്കെ നമ്മുടെ നാട്ടില് മാളുകൾ 3D 12D 8D എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചറുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകാം. അപ്പൊ ഞാൻ വിചാരിച്ചാലേട്ടാ എന്നിട്ട് നമ്മൾ ഈ തണുപ്പത്ത് എന്റെ കയ്യിൽ കാപ്പിരിക്കണ്ടേ, ഈ തണുപ്പത്ത് ഇതിൻ്റെ ഉള്ള കയറ്റി 3D കാണാൻ പോണാ അങ്ങനത്തെ ഒരു രീതിയില് ഞാൻ വിശാലന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ വിശാലേട്ടാ നീ നിക്ക്, നീ വാ, അപ്പൊ മിണ്ടാണ് നമുക്ക് പോവാം, അന്ന് ഷൂട്ട് ചെയ്തിട്ടാകെ വയ്യാണ്ടായിരിക്കും. പിന്നെ ഇത് ഞാൻ ഷൂട്ട് ചെയ്യണ്ടെന്നും പറഞ്ഞു, നമുക്ക് വേണ്ട വെറുതെ ഒരു വിശാലൻ പറഞ്ഞു ഷൂട്ട് ചെയ്യണ്ട, നീ വെറുതെ ഒന്ന് കാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ $17-20 താഴെയാണ് ഇതിന്റെ എൻട്രി ഫീസ് വരണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ വിശാലന്റെ വെറുതെ കാശ്, നമുക്ക് ആ പൈസ കൊണ്ടല്ല KFC മേടിച്ച് തിന്നാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നീ വാന്ന് പറഞ്ഞിട്ട് ഞാനും വിശാലേട്ടനും നേരെ അകത്ത് കയറി അവര് കുറച്ച് ചരിത്രമൊക്കെ പറയുന്ന ഉള്ളില് കുറെ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നുണ്ട്. എന്നിട്ട് റൂമില് ഒരു സ്ക്രീനുണ്ട്, നമ്മള് തിയേറ്ററിൽ കയറിക്കുന്ന പോലെ ഒരു സ്ക്രീനിൽ നമ്മൾ സീറ്റിൽ നമ്മൾ വീഗാലാൻഡിലൊക്കെ നമ്മൾ റൈഡിന്റെ പോലത്തെ ഒരു സീറ്റിൽ കയറിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളില് വിങ്സ് ഓഫ് വാഷിങ്ടൺ എന്നാണ് ആ പരിപാടിനെ പറയണേ. വിങ്സ് ഓവർ വിങ്സ് ഓവർ ദി വാഷിങ്ടൺ എന്തെന്ന് അതിനെ പറയാ. ഞാൻ ആ പരിപാടി കണ്ട് തരിച്ചു എന്നല്ലാണ്ട് വാഷിങ്ടണിൽ കാണേണ്ട കാഴ്ചകൾ നമ്മളൊരു പറവേല ഒരു പക്ഷിയുടെ പുറത്ത് നമ്മള് അവതാർ സിനിമയില് നടൻ പോണ പോലെ ഒരു പക്ഷിയുടെ അത് ഗരുഡ അത് പരുന്താണ്, നമ്മളെ ശ്രീകൃഷ്ണ പരുന്ത് പോലത്തെ ഒരു പരുന്തിന്റെ മേലെ ഇരുന്നിട്ട് നമ്മള് ഈ വാഷിങ്ടൺ DC റെയിനിയറും അതേപോലെ ഇവിടുത്തെ പൈൻ മരത്തിന്റെ ഉള്ളിൽ കൂടിയും അതും 3D എഫക്റ്റില് നമ്മൾ കാണണ്. അത് നമ്മളൊരു എന്താ പറയുക 3D എഫക്റ്റില് ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്താണുള്ളത് അല്ലേ? ഡ്രോൺ ഹെലികോപ്റ്ററിലൊക്കെ റിയൽ എഫക്റ്റ് ആണ്. പിന്നെ നമുക്ക് അത് പോകുമ്പോഴത്തേക്ക് അവരെല്ലാം ആ കാറ്റും വെള്ളവും ഒരു വെള്ളച്ചാട്ടം കണ്ടുകഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന് ഉള്ളിൽ കൂടെ ഈ സാധനം പോകുമ്പോൾ വെള്ളം അടിക്കുക, കാറ്റടിക്കുമ്പോൾ കാറ്റൊന്നും അടിക്കുക. ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങലല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് സംഭവം നമ്മൾ കുറേ റൈഡിലും അതിൽ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നപ്പോൾ ശരിക്കും ഞാൻ ക്രിയേറ്ററും കൂടിയാണല്ലോ. എൻ്റെ മനസ്സിൽ എനിക്ക് അത് ക്രിയേറ്റ് ചെയ്ത രീതിയൊക്കെ പിന്നെ ഇതെങ്ങനെയാണ് അവർ എൻ്റെ മുകളിൽ ഡ്രോൺ പറത്തിണ്ടാവും അല്ലെങ്കിൽ എങ്ങനെയും ഉള്ളിലൂടെ കൊണ്ടുപോകാം. ഇതിനെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് എൻ്റെ നമ്പർ പോയി. എന്നിട്ട് അവസാനം ഞാൻ പുറത്തേക്ക് ഇറങ്ങി വിശാലായിട്ട് തോന്നി, വിശാലാട്ടാ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞാനന്ന് അനുഭവിച്ചിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എത്രയോ ഭംഗിയാവും. അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ നാട്ടിലൊരു വിദേശത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ എൻ്റെ അമ്മയൊക്കെ ചിലപ്പോൾ കണ്ണൂരോ കാസർഗോഡൊന്നും പോയിട്ടുണ്ടാവില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൊച്ചിക്ക് പോയിട്ടുണ്ടാവും, മൂന്നാർ പോയിട്ടുണ്ടാവും, വയനാട് പോയിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള കാഴ്ചകളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ അവിടെ വന്നു കഴിഞ്ഞാൽ എമ്മാരുത്ത സാധനമായിരിക്കുന്നത്. അല്ല, അത് നമ്മൾ ഈ പോയി കാണുന്ന ഭൂമിയിൽ നിന്ന് കാണുന്ന പോലെയല്ല. നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഏരിയൽ വിഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആകാശത്തു നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് അത് നമുക്ക് വേറൊരു അനുഭവമാണ്. അത് ചില ആൾക്കാരൊക്കെ ശരിക്കും നമ്മൾ പറയണമെന്ന് തോന്നിപ്പോയില്ല. അത് അവരതേപോലെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പ്ലസ് ഉണ്ട് അവിടെ. അത്രയ്ക്കും പൈസ ചിലവാക്കിയിട്ട് ചെയ്ത സംഭവം. പക്ഷെ അത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു പരിപാടി വന്നാലൊക്കെ ഉണ്ടല്ലോ, അതൊരു സംഭവം. പൈസ ചെലവിന്റെ കാര്യം പറയുന്ന ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ 12D 16D എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചില മോൾസിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ മോളിൽ വെർച്വൽ റിയാലിറ്റി വെച്ചൊക്കെ അതൊക്കെ കുറച്ച് കാർട്ടൂണിഷ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പെൻസേ വരുള്ളൂ. അതിലൊരു 2-3 യൂണിറ്റ് എടുത്തിട്ട് ഒരു വൺ ടൈം എക്സ്പെൻസ് ആണ്. നമുക്ക് ഇപ്പോൾ ഒരു ലൂലു പോലെ ഒരു മോളിലൊക്കെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് തരാൻ, കാരണം അവിടെ ആ പ്ലേ ഏരിയയിലൊക്കെ പല സംഭവം, ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് വെർച്വൽ റിയാലിറ്റി സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ കോസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് വരുള്ളൂ. കണ്ണ് ബൾബായിട്ടുള്ള എൻ്റെ ഒരു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളിങ്ങനെ ഒരു തണ്ടി പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പോയി കണ്ട എന്തെങ്കിലും നമ്മൾ ഇന്നും നമ്മൾ ഓരോ രാജ്യങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നെങ്കിൽ നമുക്കതൊരു ഇത് വന്നെങ്കിൽ പൊരിഞ്ഞു, ഇത് ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൽ പറ്റണ സംഭവമല്ല, നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ ഉള്ള നാട്ടിൽ നമ്മൾ പോയിണ്ടാവുക. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുക എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പ്രാക്ടിക്കലാക്കിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾക്കൊരു തോന്നൽ എവിടെയെങ്കിലും തോന്നുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ ടൂറിസ്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അല്ല, അപ്പോൾ അതിൽ നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ അത് എക്സ്പെൻസീവ്. അങ്ങനെയല്ല. നമുക്ക് ഈ വിദേശികൾ ഞാൻ ആലോചിച്ചു, ഇവിടെ ഇപ്പോൾ $20 $25 കൊടുത്താൽ ആൾക്കാർ പോയി കാണുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ ഇതേ ഒരു എഫക്റ്റ് അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലും കണ്ടില്ലാത്ത അനുഭവവും അവർക്ക്, നമുക്കത് ചിലപ്പോൾ ഇവിടുത്തെ $10 കൊടുക്കാൻ പറ്റും. $10 എന്ന് പറഞ്ഞാൽ ഏകദേശം $800 ആയി നാട്ടിൽ. $800 $500 ടിക്കറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അത് വിദേശികളെ വരുമ്പോഴത്തേക്ക് അത് അവർ
അവർക്ക് ലാഭമാണ്. പിന്നെ വിദേശത്ത് ഭയങ്കര ഇതല്ല. എനിക്ക് $10 ഇത്ര പുതിയൊരു സ്ഥലത്ത് ഇതേപോലെ അനുഭവം. നമ്മുടെ നാട്ടിലൊക്കെ $20 കൊടുത്ത എന്നുള്ളതാണ് അവരെ മനസ്സില. ആ നിമിഷം അവരെ മനസ്സിൽ എക്സ്ചേഞ്ച് റേറ്റ്, സാമ്പത്തിക വ്യത്യാസം അതെല്ലാം മാറ്റി നിർത്തിയ ആ ഒരു അവസരത്തിൽ അവരെ അനുഭവത്തിന് എത്ര സ്പെൻഡ്. ഇപ്പം നമ്മളും ഇവിടെ ഒരുപാട് നാൾ ജീവിച്ചു. നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു അനുഭവം, ഈ അനുഭവം അവിടെ കൊടുക്കുന്നതിനെക്കാട്ടി കുറവാണല്ലോ ഇവിടെ കൊടുക്കുന്നത്, നമ്മൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് വേറൊരു കാര്യം ഇതിനോടൊപ്പം ടൂറിസ്റ്റ് ഒക്കെ പറയണമെങ്കിൽ തന്നെ, എങ്ങനെയാണ് ഈ സിയാറ്റിൽ നിന്ന് ഈ ഫേസ്ബുക്കിൻ്റെ ആളായാലും ഈ ഗൂഗിളിൻ്റെ ആളായാലും ആമസോണിൻ്റെ ആളായാലും ഒരുപാട് സംരംഭകരുടെ അത് ഈ ഒരു പ്രദേശം കണ്ടാൽ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു പ്രദേശത്ത് ഈ പൈൻ മരങ്ങളുടെ ഉള്ളിൽ നിന്ന് ലോകം തിരിച്ചറിയുന്ന ബിൽ ഗേറ്റ്സ് പോലെയുള്ള രാജാക്കന്മാർ വരുന്നുള്ള എന്തായിരിക്കും അതിൻ്റെ രഹസ്യം? അല്ല, അത് ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക എനർജി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ ഒരു മാഗ്നറ്റിക് എനർജി ഉണ്ട് അവിടെ. ഇപ്പോൾ ഗൂഗിൾ അല്ലെങ്കിലും നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ മുതലാളിയായിരുന്നാലും ആമസോണിൻ്റെ മുതലാളിയായിരുന്നാലും നമുക്ക് സ്റ്റാർബക്സ് തുടങ്ങിയ ഇവിടെ നിന്നാണ്, കോസ്കോ തുടങ്ങിയ ഇവിടെ നിന്നാണ്, അങ്ങനെ ബോയിങ് മനുഷ്യനെ പറക്കാൻ പഠിപ്പിച്ച ആൾക്കാർ. അതെ, അതും 100 വർഷം മുമ്പേ അങ്ങനെ ചിന്തിച്ച് തുടങ്ങുകയും നമ്മള് ഒന്നാം ലോക മഹായുദ്ധത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തു. പിന്നെ പാസഞ്ചർ സനവും പറഞ്ഞ കറക്റ്റാ, മനുഷ്യനെ പറപ്പിക്കണം എന്നുള്ള ആഗ്രഹം. അപ്പൊ ഒരു പാസഞ്ചർ പ്ലെയിൻ ഉണ്ടാക്കണം, അന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളൂ, പക്ഷെ ഇതിനെ പറ്റി വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ഈ കമ്പനിയാണ് അങ്ങനെ ഒരു. അതെ, റൈറ്റ് ബ്രദേഴ്സ് അവരുടെ കമ്പനി ഉണ്ടായിരുന്നു, അവർ പ്ലെയിൻ നിർമ്മിച്ച് കൊടുക്കും. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഈ അവരുടെ ചിന്തയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഈ കത്ത് നമുക്ക് പെട്ടെന്ന് എത്തിക്കാം, അല്ലെങ്കിൽ നമ്മൾ യുദ്ധത്തിന് വേണ്ടി വിമാനങ്ങൾ ഉണ്ടാക്കിയിട്ട് യുദ്ധം നടത്താം, യുദ്ധത്തിന് വേണ്ടി ഇത് സഹായിക്കാം, ബോംബിടാനോ അത് അത്ര സീമിതമായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആൾക്കാരെ പറപ്പിക്കാന്നുള്ളത് അന്ന് ചിന്തിക്കാൻ പറ്റില്ല. അന്ന് ഈ മിലിറ്ററിയിലൊക്കെ ഉള്ളവർക്ക് ആ ഒരു ധൈര്യമുണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ബ്രദേഴ്സ് ഒരു സാധാരണക്കാരൻ്റെ അടുക്ക നമുക്ക് പറക്കാം, ആൾക്കാർ വരില്ല, മനസ്സിലായോ? അപ്പൊ അന്ന് ഇവര് ഒരുപാട് ഇത് ഇരുന്ന് അവിടെ ഇരുന്ന് ലക്ഷറി ആയിട്ട് ഇത് ചെയ്യാം അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അന്ന് ക്ലാസ്സുകളില്ല, അന്ന് മൊത്തം ബിസിനസ് ക്ലാസ്സാ. അപ്പൊ അന്ന് പ്ലെയിനിൽ ട്രാവൽ അതെ, പൈസ ഉള്ള ആളിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ പറക്കാം, അത് സേഫ്. അങ്ങനെ ഒരുപാട് ക്യാമ്പയിൻ ചെയ്താണ് ആദ്യം കുറച്ച് ആൾക്കാരെ. ഇന്നിപ്പോ ആ പ്ലെയിനിൽ കയറാൻ കാത്തിരിക്കുക ആൾക്കാർ, അല്ലാതെ പ്ലെയിനിൽ കയറാൻ മടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളരെ കുറവേ ഉള്ളൂ. ആ ഒരു പവർ എങ്ങനെ ശരിക്കും സിയാറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ പറ്റി പഠിച്ചു വരുമ്പോൾ സിയാറ്റിൽ അത് എത്രയ്ക്ക് എനർജി ഉള്ള ഒരു ഏരിയ നമുക്ക് മനസ്സിലാവണം. എന്തായിരിക്കും അതിൻ്റെ ഒരു കുട്ടൻസ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു മാഗ്നറ്റിക് എനർജി തന്നെ ആയിരിക്കില്ല? അല്ല, സിയാറ്റിലിന് നമുക്കിപ്പോൾ ഇവിടുത്തെ പ്രകൃതി ഒന്ന് ഒരുപാട് വാട്ടർ ബോഡീസ്, അതിൻ്റെ ഒരു എനർജി ഉണ്ട്, വെള്ളത്തിൻ്റെ എനർജി. പിന്നെ നമ്മൾ തലയുയർത്തി ഒറ്റക്കൊമ്പനെ പോലെ നിൽക്കുന്ന മൗണ്ട് റെയിനിയർ. നമ്മുടെ ചങ്കണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ റെയിനിയർ കാണാൻ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ആ റെയിനിയർ നോക്കി കപ്പിത്താനെ കൊണ്ട് പോവാ, അവിടെ റെയിനിയർ നോക്കിയിരിക്കുക. അതിന് എൻ്റെ ഇപ്പോഴത്തെ നേരമ്പൊക്കെ പരിപാടി. അല്ല, ഞാനിപ്പോൾ 19 വർഷമായിട്ട് ഇവിടെ ഉണ്ട്, എനിക്ക് എത്ര കണ്ടാലും മടി വരില്ല. അത് തരുന്ന നമ്മളിപ്പോൾ എന്തെങ്കിലും വിഷമമായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് വെറുതെ വണ്ടിയെടുത്ത് ഇത് ഡ്രൈവ്, ചില റോഡിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇത് ഫ്രണ്ടിലൊരു വരവുണ്ട്, പെട്ടെന്ന് ഒരു മറ നീക്കി ഓരോ മരം, ചിലപ്പോൾ ഒരു മരത്തിന്റെ ഗ്യാപ്പില മരം മാറുമ്പോൾ ഇവന്റെ കളി മാറി. അപ്പോൾ അതിൻ്റെ ഒരു എനർജി. പിന്നെ ഇവിടുത്തെ എയർ ഭയങ്കര ഒരു ക്ലിയർ. നമ്മൾ എയർ പൊല്യൂഷൻ റേറ്റ് ഒക്കെ PPI ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറവ് PPM പാർട്സ് പെർ ലിറ്റർ. ആ എയർ പൊല്യൂഷൻ വളരെ കുറവാണ് ഇവിടെ. ഫ്രഷ് എയർ ഒരുപാട് സൈഡിലുള്ളത് ഇൻബിൽഡ് സാധനമാണ്. അത് ഇവിടെ ഈ കാറ്റും മഴയും വെള്ളം കണ്ടിട്ട് അങ്ങനെ സെറ്റ് ആയിട്ട് വരണോ? ഇങ്ങനെ ഉണ്ടാവോ? അല്ല, ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ടീമുകൾ വരാനായിട്ട് കാരണം പ്രകൃതിയുടെ ഒരു ശക്തിയുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു ആക്ച്വൽ ഒരു ടെക്നിക്കൽ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബോയിങ് ആണ് ഇതിൻ്റെ പ്രധാന കാരണം. കാരണം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇതൊരു ടിമ്പർ ടൗൺ ആയിരുന്നു. ടിമ്പർ ടൗൺ എന്ന് പറഞ്ഞാൽ തടികൾ, ഈ പൈൻ മരങ്ങൾ കട്ട് ചെയ്യുക, വിൽക്കുക. US മൊത്തം വീടുകൾ ഉണ്ടാക്കാനും മറ്റാവശ്യങ്ങളായിട്ട് തടി കൊണ്ടുപോകണം. കാരണം ഇവിടെ ഇത്രയും കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ട്രെയിനും മറ്റേ ട്രാക്ക് ഇട്ടുണ്ടവര് തടി കൊണ്ടോ, അതെ, തടി കൊണ്ടുപോകാൻ എല്ലായിടത്തും ട്രാക്കുകളിട്ട് അത് ഇതിട്ട് തടി വെട്ടുക കൊടുക്കുക. എത്ര തടി വെട്ടാലും തീരില്ല, അത്രത്തോളം ഉണ്ട്. അപ്പോൾ ഈ തടി ടൗൺ ആയിരുന്നു. അപ്പോൾ അന്ന് പ്ലെയിൻ നിർമ്മിക്കാൻ എല്ലാ പ്ലെയിനുകളും തടിയിലാണ് നിർമ്മിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്ലെയിനും തടിയിലായിരുന്നു. അപ്പോൾ
തടിയുള്ള ഒരു സ്ഥലം വേണം. നമ്മൾ പ്ലെയിന് നിർമ്മിക്കണമെങ്കിൽ തടിയുള്ള സ്ഥലം വേണം. അങ്ങനെയാണ്. അപ്പോൾ തടി വേണം. പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള എയർപോർട്ട് ഉള്ളൊരു സ്ഥലം വേണം, കുറച്ച് ഹൈറ്റ് ഉള്ള സ്ഥലം വേണം. പിന്നെ പോർട്ട് അടുത്തായിരിക്കണം, നമുക്ക് റെയിൽവേ ലൈൻ ഇടാൻ പറ്റണം. അങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും ഒത്തു വന്നിട്ടാണ് നമുക്ക് സിയാറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയ റെൻറ്റണിലാണ് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഏരിയ ഇത് പറ്റിയ സ്ഥലം തടി. അങ്ങനെ ബോയിങ് വന്നപ്പോൾ എന്ത് പറ്റി, എൻജിനീയേഴ്സ് വരാൻ തുടങ്ങി. എൻജിനീയറിംഗ് ഒരു സബ്ജക്റ്റായി വരാൻ തുടങ്ങി. അതെ, എൻജിനീയേഴ്സിന് അത്ര പ്രാധാന്യം, കാരണം അന്ന് കൺസ്ട്രക്ഷനും അതും ഇതും അങ്ങനെയുള്ള ആൾക്കാർക്കായിരുന്നു പ്രാധാന്യം. മൈനേഴ്സൊക്കെ ആയിരുന്നു വലിയ പണി. ഗോൾഡ്, സിൽവർ, ഇവിടെ സിൽവർ മൈനിങ്, സിൽവർ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അടുത്ത സംസ്ഥാനത്തിലുണ്ട്. അപ്പോൾ എൻജിനീയേഴ്സിന് ഒരു ഇത് വന്ന് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടണിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, പിന്നെ ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഹബ്ബായിട്ട് മാറി. അപ്പോൾ നമ്മൾ ഈ പുതിയ കമ്പനികൾ, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് അതിന് ടെക്നോളജി കാണാം. ഇപ്പോൾ നല്ല എഞ്ചിനീയർമാരെ കിട്ടണമെങ്കിൽ നമുക്ക് സിയാറ്റിൽ തുടങ്ങാം. അപ്പോൾ ആമസോൺ തുടങ്ങിയപ്പോഴും അങ്ങനെ ഓരോ കമ്പനികളും, സ്റ്റാർബക്സ് നമ്മൾ കാപ്പിക്കടയാണെങ്കിലും അതൊരു ലാർജ് സ്കെയിൽ ആവണമെങ്കിൽ അതിൻ്റെ IT ഡിവിഷൻ വേണം. സംരംഭകരെ സപ്പോർട്ട് ചെയ്യണ ഒരു പ്രകൃതി കൂടിയാന്ന് പറയേണ്ട എല്ലാവരും അല്ലേ? സംരംഭകർക്ക് ഭയങ്കര തന്നെയാണ്. അല്ല, ഇവിടെ ഗവൺമെൻറ് അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്യുന്നുണ്ട് സംരംഭങ്ങൾക്ക് വേണ്ടി. എല്ലാ സംരംഭത്തിനും വേണ്ടി, പ്രത്യേകിച്ച് ടെക്നിക്കൽ ഫീൽഡിലുള്ള സംരംഭത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബോയിങ്ങിന്റെ കേസ് പറഞ്ഞ പോലെയാണ്, നമുക്ക് ഇനി നമ്മുടെ ഫ്യൂച്ചർ ഓഫ് കേരളയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ആ ഒരു പവർ നമ്മൾ മേടിച്ചു, നമ്മൾ ബോയിങ്ങിന്റെ അല്ലെങ്കിൽ സിയാറ്റിൽ നിന്ന് ആ പവർ എടുത്തു. നമ്മളിനി ആ പവർ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാൻ എന്ന് വിചാരിക്കുക. നമ്മൾ സ്വപ്നം കാണുന്നത് ഫ്യൂച്ചർ ഓഫ് കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരിക്കലാത്തൊരു സ്ഥലമായിട്ട് മാറാൻ പോണ ഒരു കൺസെപ്റ്റിനെ പറ്റി നമ്മൾ ആലോചിക്കണം. ലോകത്തിലൊരിക്കലും ഇല്ല, അവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രം നടക്കാൻ പോണ പല കാര്യങ്ങളും നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യണം. 30 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കേരളത്തിനെ പറ്റി നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോവാ. അതായിരിക്കും. അല്ല, കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വ്യക്തികൾ നല്ല പ്രബുദ്ധരായ വ്യക്തികളാണ്. അപ്പോൾ അവരുടെ കഴിവ് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റില്ല. മൈക്രോസോഫ്റ്റ് വരെ 30-40% ആൾക്കാർ ഇന്ത്യക്കാരെ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഉദാഹരണം ഉണ്ടല്ലേ? അതെ. IT ആയിട്ട് ഇവിടെ വിപ്രോ അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ടില്ല, അതല്ല വെൻഡേഴ്സും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 38% ഇന്ത്യക്കാരാണ്. നമ്മളിവിടെ ഇന്ത്യ മറ്റേ ഡൈവേഴ്സ് മൈനോറിറ്റി എന്നൊക്കെ പറഞ്ഞ് മൈക്രോസോഫ്റ്റിൽ പോകാൻ പറ്റില്ല, കാരണം അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആൾക്കാർ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇവിടെ നിന്നും കഴിവുള്ള ആൾക്കാരെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നത്. ആൾക്കാർ പലപ്പോഴും പറയും, അത് ചീപ്പാണ്, അതാണ്. ഇല്ല, ഞാൻ അതല്ല പറയുന്നത്. ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ ശമ്പളം ഒരു വെള്ളക്കാരനും ഇന്ത്യക്കാരനും ഒരേപോലെയാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും, അത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഇല്ല, എനിക്ക് കിട്ടുന്ന ശമ്പളവും എനിക്ക് എൻ്റെ ഒരു വെള്ളക്കാരന് കിട്ടുന്ന, എൻ്റെ പൊസിഷനിൽ ഒരു വെള്ളക്കാരന് കിട്ടുന്ന ശമ്പളവും സെയിമാണ്. പിന്നെ വെൻഡറായിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ചീപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇനി 30 കൊല്ലം കഴിഞ്ഞിട്ട് കേരളത്തിന് നമ്മൾ ഒരു ഭയങ്കര സംഭവമാക്കാൻ പോകാം. അപ്പോൾ അതിൽ ഫ്യൂച്ചർ ഓഫ് കേരള എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഇവിടെ നിന്ന് ബോയിങ്ങിൽ നിന്നാണല്ലോ ഇവിടെ നിന്ന് സിയാറ്റിൽ തുടങ്ങി. അപ്പോൾ നമ്മൾ കേരളമായിട്ട് സിയാറ്റിൽ അല്ലെങ്കിൽ നമ്മൾ വാഷിങ്ടൺ DC നമ്മൾ കണക്ട് ചെയ്യാൻ പോവാം. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്താ പറയുക, ഏവിയേഷൻ മേഖല തന്നെ എടുക്കാം. ഏവിയേഷൻ മേഖലയിൽ ഉണ്ടാവണ മാറ്റങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഏവിയേഷൻ മേഖല നമുക്ക് കേരളത്തിൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, അത് ഒരുപാടുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞ വിങ്സ് ഓവർ വാഷിങ്ടൺ എന്ന് പറഞ്ഞ് അത് പരിമിതമായ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ഇതിനെ റിയാലിറ്റിയിലേക്ക് നമുക്ക് മാറ്റാം. അതൊരു ടൂറിസം ഓപ്പർച്യൂണിറ്റിയാണ്. ഹെലികോപ്റ്റേഴ്സ്, എയർ സീപ്ലെയിൻസ്, നമുക്ക് എയർ സീപ്ലെയിൻ, ഇപ്പോൾ ഞാൻ ഇവിടെ സിയാറ്റിൽ കണ്ടിട്ടുള്ള എയർ സീപ്ലെയിൻ വെച്ചാൽ കടൽ, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലെയിൻ അല്ല. നമ്മൾ എനിക്കൊന്ന് മാൽദീവ്സിലും അവിടെ ഇവിടെയൊക്കെ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ എയർ സീപ്ലെയിൻസ് കൊണ്ടുവരാം. നമുക്ക് ഒരുപാട് വാട്ടർ ബോഡീസ് ഉണ്ട്. അപ്പോൾ വാട്ടർ ബോഡിയിൽ നിന്ന് പൊങ്ങി വാട്ടർ ബോഡിയിൽ ഇറങ്ങുന്ന അതൊരു എക്സ്പീരിയൻസ് ആണ്. അതിന് ഇരട്ടി കാശ് കൊടുക്കാൻ ആൾക്കാരുണ്ട്. ഇന്ത്യയിൽ നിന്ന് ടൂറിസത്തിന് മാത്രമായിട്ട് US വന്ന് പോണ ആൾക്കാരുണ്ട്. മില്യൺ ഇന്ത്യക്കാർ വന്ന് പോകുന്ന കണക്ക് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ അതേപോലെ നമുക്ക് അതേ ഫെസിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും ഓരോ സംരംഭം. ഈ ഏവിയേഷൻ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പം ഞാനന്ന് ഫ്രാൻസിൽ, ഇപ്പം എൻ്റെ കഥ ഇത്രയാണ്, നമ്മൾ ആ ഫ്രാൻസിൽ ജോജാൻ്റെ കൂടെ ഞങ്ങൾ സ്പെയിനിലേക്ക് പോകാമെന്ന് ഉള്ളൊരു തീരുമാനം വന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രാൻസിൽ പട്ടണത്തിൻ്റെ പേര് പറഞ്ഞു. അവിടെ നമ്മുടെ ഒരു മലയാളി ഒരു ഖത്തറിൽ നിന്ന് രാജകുടുംബത്തിൽ വർക്ക് ചെയ്യുന്ന ആള്. അപ്പോൾ ഖത്തർ രാജകുടുംബത്തിൽ നിന്ന് രാജകുടുംബം ഫ്രാൻസിൽ വന്നപ്പോൾ ആ ആൾ ചാടി.
ആള് രാജകുടുംബത്തിൽ ചേട്ടാ രാജാവിനൊരു താറ്റ പറഞ്ഞിട്ട് പോയി. ചാടിയിട്ട് ആള് എന്നിട്ട് വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കി ബിസിനസ് ചെയ്തിട്ട്. നമ്മള് മലയാളികളാണല്ലോ, എവിടെ പോലും കളിയും കള്ളം പഠിക്കലോ. അപ്പൊ അങ്ങനെ ആള് കല്യാണം കഴിച്ച അവിടുത്തെ ഒരു ഫ്രഞ്ച് ചേച്ചിനെ കല്യാണം കഴിച്ചത്. ഫ്രഞ്ച് വനിത ഒരു 3 ഫ്രഞ്ചന്മാരും ഫ്രഞ്ചത്തികളും ഉണ്ട്, 2 ആൺകുട്ടികളും 1 പെൺകുട്ടി. അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കുക. അപ്പൊ ഇത് ഏവിയേഷനെ കേരളമായി കണക്ട് ചെയ്യാനെ പറ്റിയിട്ട് നമ്മൾ കഥ പറഞ്ഞു. അപ്പൊ ഞാനും ചോദിച്ചാൽ സ്പെയിനിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഞങ്ങൾ ആളുടെ വീട്ടിലേക്ക് ഹബ് അടിച്ചു. അപ്പൊ ആളുടെ വണ്ടിയിലാണ് ഞങ്ങള് സ്പെയിനിലേക്ക് ബാർസലോണയിലേക്ക് പോകണം. അപ്പൊ ആളുടെ വീട്ടിൽ അന്ന് രാത്രി ഞങ്ങള് അന്ന് സ്റ്റീക്കും അന്ന് ആളുടെ ഞാൻ ആളുടെ സ്റ്റോറി എടുക്കണമെന്ന് ഞാൻ ആളോട് പറഞ്ഞു. ചേട്ടനും നിങ്ങളൊന്നിച്ച കഥ, ചേട്ടൻ എങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനത്തെ സാമ്രാജ്യം എങ്ങനെ സാമ്രാജ്യം ഉണ്ടാക്കി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എപ്പിസോഡ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ സാധനം അപ്പോൾ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വൈകിട്ട് ഞങ്ങൾക്കൊരു ഡിന്നർ ഉണ്ട്. ചേച്ചിയുടെ ഒക്കെ ഫ്രഞ്ച് സ്പെഷ്യൽ സ്റ്റീക്ക്, പിന്നെ അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ, ഒരു ഫ്രഞ്ച് മുകളിലുള്ള വൈനടക്കം നമുക്ക് നല്ലൊരു ട്രീറ്റ് ആയിരുന്നു. അങ്ങനെ വൈനൊക്കെ അടിച്ച് ഞങ്ങളിങ്ങനെ എപ്പിസോഡ് എടുത്തു കഴിഞ്ഞു. അവസാനം ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ 2 വൈൻ ഞാനും ചോദിച്ചാൽ 2 വൈൻ നുകർന്നു. തണുപ്പ് കാലാണ്, നല്ല തണുപ്പാ. അപ്പോൾ വൈൻ അടിച്ചിരിക്കണ നേരത്ത് അപ്പോൾ നമ്മുടെ വീഡിയോ ടി വിയിലിട്ടു. അപ്പോൾ നമ്മൾ ആഫ്രിക്കയിൽ വേറെ ട്രാവലറാണ്, നമ്മൾ ആ ട്രാവൽ ചെയ്ത് നടത്തിയിട്ട് അങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവലിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ചേച്ചി അത്ര നേരം ബാക്കൗട്ടായിരിക്കും. ചേച്ചി സോഫയിൽ വന്നിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഓ യു അതെന്നൊക്കെ പറഞ്ഞ അടിയാണ്. അപ്പോൾ ചേച്ചിക്ക് വല്ലാണ്ട് ഉള്ള മലയാളം അറിയില്ല, എന്നാൽ ഫ്രഞ്ചിലാണ് അടി. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഈ ചേച്ചി പറഞ്ഞു, ഓക്കെ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം, നമുക്കിനി ക്വിസ് മത്സരം. നമ്മൾ ഈ സ്കൂളിലൊക്കെ അല്ലെങ്കിൽ പിള്ളേരുടെ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ടൂറൊക്കെ പോകുമ്പോൾ നടത്തുന്ന ക്വിസ് മത്സരം നടത്താം, ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചോദ്യങ്ങൾ നടത്താം. അപ്പോൾ ആ ചേച്ചിക്ക് ഈ യാത്രയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ യാത്രയുമായി കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഗ്ലോബലായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇക്ക പറയണ്ട ആ മുട്ടാൻ പോണ്ടാ എന്ന് പറയണ്ട എൻ്റെ അടുത്ത്, നീ വെറുതെ മുട്ടാൻ പോണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുക നമുക്ക് അറിയണ്ടേ, നമുക്ക് അറിയില്ല പരിപാടികൾ. അങ്ങനെ ചേച്ചി പറഞ്ഞു ഉപ്പുവെള്ളത്തിൻ്റെ ഒപ്പം വെള്ളം പോണ സമയത്ത് ഉപ്പുവെള്ളത്തിന് തൊട്ടടുത്ത് നെൽകൃഷി ചെയ്യണ ലോകത്തിലാകെ ഒരു സ്ഥലമുള്ളൂ. നമ്മൾ ഉപ്പുവെള്ളം പോണു കായലിൽ, അത് ഉപ്പുവെള്ളമാണ്, കായലിൽ ഉപ്പുവെള്ളമാണ്. ഈ കായലിനോട് തൊട്ട് ചേർന്ന് നെൽകൃഷി, അത് ലോകത്തിൽ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഈ വക കൺസ്യൂമൻസ് പരിപാടികൾ ഇന്തോനേഷ്യ, തായ്ലാൻഡ്, വിയറ്റ്നാം പരിപാടികളല്ല. അപ്പം ഞാൻ തായ്ലാൻഡ്, ഇന്തോനേഷ്യ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആൾ അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ജപ്പാൻ ടെക്നോളജി ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ജപ്പാനാണ് ഈ വക പരിപാടിയുടെ അപ്പന്മാര്, ടെക്നോളജി ജപ്പാനായിരിക്കും പറഞ്ഞു. അപ്പോൾ ജപ്പാനല്ല. അപ്പൊ അങ്ങനെ പിടിച്ച് വന്ന് അപ്പൊ പിന്നെ കേരളം വല്ലൊക്കെയാവും. അപ്പൊ യാ കേരളം എന്ന് പറഞ്ഞ ആള്. അപ്പൊ കുട്ടനാടാണ് സ്ഥലം, ഉത്തരം കുട്ടനാടാ. എനിക്ക് ഇത് കേട്ടോടി എനിക്ക് പ്രാന്തായി തുടങ്ങി. അപ്പൊ ആള് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായൽ പോണു, കായലിന് തൊട്ടടുത്തൊരു ചെറിയൊരു തോട്. അപ്പൊ ഈ കായൽ 6 മാസം ഫ്രഷ് വാട്ടറും 6 മാസം ഉപ്പുവെള്ളമാണ് നമ്മൾ കുട്ടനാട് കായൽ. അപ്പൊ അത് കഴിഞ്ഞ് അതിനോട് തൊട്ട് ചേർന്നൊരു വേറൊരു ചെറിയൊരു തോട് പോകുന്നുണ്ട്. അതില് 12 മാസം ഫ്രഷ് വാട്ടറാണ്. അതിൻ്റെ അപ്പുറത്താണ് ഈ നെൽകൃഷി നടത്തണം. അപ്പോൾ ആൾക്ക് ആളാ നേരത്തുണ്ടാ. അപ്പം ഞാനിങ്ങനെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുക, പണ്ടാളങ്ങനെ ഒരു പണി പാളിയില്ല. അപ്പോൾ ആള് സോഫാമ്മ മുമ്പിൽ വന്നിട്ട് ടീപ്പോയമ്മ മാപ്പ്, ഞാൻ ഇതുവരെ കേരളത്തിന് മാപ്പ് ഉണ്ട്, ആലപ്പുഴ മാപ്പ് ആൾ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാ. ആള് അതിനു വേണ്ടി പഠിച്ച് റിസർച്ച് നടത്തിയിരിക്കുക. അങ്ങനെ ആള് ഈ സാധനം കൊണ്ടുവന്ന് വെച്ചു. ആള് മാപ്പ് ഇതിങ്ങനെ. അപ്പം ഞാൻ ഈ കേട്ടോട്ടിട്ട് നമ്മുടെ നാടിനെ നമ്മൾ ഇത്രയ്ക്ക് വലിയ ട്രാവലറിന് തേങ്ങനെ ഒട്ടക്കണം എന്നൊക്കെ പറഞ്ഞ് ഇത് പറയാൻ പറ്റിയില്ല. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കുറേ പേർക്ക് അറിയണ്ടാവില്ല, എനിക്കറിയണ്ടാവുന്നില്ല, എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ വിവരമില്ല. നമ്മൾ കുട്ടനാടായിട്ട് ഇപ്പോൾ കണക്റ്റഡ് അല്ല. എനിക്ക് സമുദ്രനിരപ്പിന് താഴെയാണെന്നറിയാം, പക്ഷെ ഈ ഉപ്പുവെള്ളത്തിന്റെ സൈഡില് കൃഷി നടത്തുന്ന ചെറിയ തോട്, ആ ചെറിയ തോടും ചെറുതാ, അതിനപ്പുറത്ത് നെൽകൃഷി. അപ്പൊ ഉപ്പുവെള്ളം നെൽകൃഷി ആയിട്ട് ഒരിക്കലും അത് നിൽക്കില്ല, ഒരു സിസ്റ്റം അത്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. എനിക്കാണെങ്കിൽ അത് ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. നമ്മളെ ചേച്ചി പക്ഷെ നമുക്ക് റെസ്പെക്ട് ആണ് ചേച്ചിയോട്. പക്ഷെ നമ്മളെ ചേച്ചി ഇങ്ങനെ പറയാൻ പറ്റിയില്ല, നമ്മുടെ നാടിനെ പറ്റി നമുക്കൊരു തേങ്ങ അറിയില്ല, നമ്മൾ ആഫ്രിക്കയിലും അമേരിക്കയിൽ പോയി എടുത്തിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ നാട്ടിലേക്ക് എത്തി തൃശ്ശൂർ. അപ്പം എൻ്റെ വീടിൻ്റെ 3-4 വീട് അപ്പുറമാണ് ഏറ്റവും നല്ല കർഷകന് അവാർഡ് കിട്ടിയ ചേട്ടൻ. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല കർഷകൻ, ഞാൻ പേര് പറയുന്നില്ല, പറഞ്ഞപ്പോൾ കൊല്ലും ഞാൻ ചേട്ടൻ. അപ്പോൾ ഞാനിങ്ങനെ വന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആളെ കണ്ടു. അപ്പോൾ ആളെ എവിടെയാണെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ യാത്ര കഴിഞ്ഞ് വന്നു. അത് ചേട്ടനോട് ചോദ്യം ചോദിക്കാണ്ട് എനിക്കിത് മനസ്സിൽ തിരിച്ചടിയാ. അപ്പോൾ ആള് പറഞ്ഞു ഇങ്ങനെ എന്താണ്. ഞാൻ പറഞ്ഞു ഉപ്പുവെള്ളം ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവാ, ഒരു തോട് വടിയെടുത്ത്, മറ്റേ മനസ്സിൽ വടിയെടുത്ത് ഉപ്പുവെള്ളത്ത് തോട്, ഇവിടെ നെൽകൃഷി, ഇത്
ഏതെങ്കിലും രാജ്യത്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുമോ? നീ എന്തിട്ട് തേങ്ങ നീ സാധനം നീ പറയണ ഉപ്പുള്ളതിനുള്ള എവിടെയെങ്കിലും വരുമോ? ആള് ഭയങ്കര ലോജിക്കായിട്ട് പറഞ്ഞതാ. അന്ന് ഞാൻ പറഞ്ഞു അന്ന് അങ്ങനെയല്ല, അത് നമ്മുടെ നാട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു, ആൾക്ക് അത്ഭുതമായി. അപ്പൊ ആള് കുട്ടനാടത്തെ ഏറ്റവും നല്ല കർഷകനെ വിളിച്ചു. അപ്പൊ ആള് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. അപ്പൊ ആള് പറഞ്ഞു അതേടാ, അപ്പൊ നീ അവനെ അങ്ങോട്ട് വിടും ഒരു ദിവസം, നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം, അവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇങ്ങനെയൊക്കെ. അപ്പൊ അതിന് കുറെ ടെക്നിക്കലി ആള് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പിടിച്ചു തരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചിക്ക് ഇത് ഹെലികോപ്റ്ററിൽ കാണണം. ഈ ഒരു രീതി ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് നമുക്കത് മേലെ കൂടെ കാണാൻ പറ്റില്ല. എന്നോട് 3 കൊല്ലം ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ആ ചേച്ചി ചോദിക്കും. അപ്പൊ ഞാൻ ഇക്കോട്ട് ചോദിക്കുന്നുണ്ട്, ഹെലികോപ്റ്റർ സർവീസ് അങ്ങനെ കുട്ടനാട് എൻ്റെ മുകളിൽ കൂടെ ഹെലികോപ്റ്റർ സർവീസ് അങ്ങനെ ഉണ്ടോ? അപ്പോ അതൊക്കെ വലിയ സാധ്യത എന്ന് പറഞ്ഞു വരാൻ ഏവിയേഷനെ കണക്ട് ചെയ്ത് നമ്മുടെ നാട്ടില് എന്തൊക്കെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇല്ല, നമുക്ക് എന്നുവെച്ചാൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എന്തെല്ലാം സംഭവങ്ങളുണ്ട് നമുക്ക് ഏരിയൽ വ്യൂ കാണിക്കാൻ പറ്റുന്ന. കാട്, കടല്, പുഴ, കായല്, മല, ചുരം, അത് ഇത് ഹെലികോപ്റ്റർ വൈസ് നമുക്ക് ഇപ്പൊ ഞാൻ പല സമയത്തും എന്താ പറയാ, ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം കാണാനായിട്ട് നമ്മൾ സിംബാബ്വേയിൽ പോയി. ഈ വെള്ളച്ചാട്ടത്തിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ ബ്ലൈൻഡ് ആവും. കാരണം അത്രയ്ക്കും വലിയ ഫോഴ്സിൽ വെള്ളം നേരെ മുമ്പിൽ വീണ ഈ സാധനം. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ ഷീപ്പിൽ വീണ വെള്ളച്ചാട്ടം. അപ്പം ഞാനും വിചാരിച്ചു ഇതേപോലെ നമ്മുടെ അതിരപ്പള്ളി കാണാനേ പറ്റിങ്ങ എന്തോരം കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെങ്ങനെയാ അതിരപ്പള്ളി പോയി കഴിഞ്ഞാൽ അതിരപ്പള്ളി മറ്റേ വീഡിയോയിൽ നോക്കുമ്പോൾ ഡ്രോണിൽ നോക്കുമ്പോൾ അതിരപ്പള്ളി ശരിക്കും വീണ്ടാവും. നമ്മൾ പോയി പിന്നെ ഹെൽത്തി ആയിട്ട് ആൾക്കാർ പപ്പനമ്മേനെ കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് അടിയെ പോയിട്ട് കാണാം. ചില സീസണിൽ അത് അടച്ചിടും, അടിഭാഗത്ത് പോയിട്ട് അടച്ചിടും. അപ്പോൾ എപ്പോഴും തുറക്കണമെന്ന് എനിക്ക് അറിയില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അടിയിലേക്ക് അങ്ങനെ ഇറങ്ങി ചില സമയത്ത് അടച്ചിടുമൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റില്ല. അതിരപ്പള്ളി വാഴച്ചാലിൻ്റെ ആ ഒരു പ്രഹരം, ആ മഴക്കാലത്ത് ആ വീണ ഷീപ്പും ആ സാധനമൊക്കെ ആയിട്ട് വീണ പ്രഹരം നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അവിടെ അടുത്ത് പോകണു, വെള്ളം നമ്മൾ നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പോകണ്ടാവളോ, ഇങ്ങനെ വീണ്. അപ്പൊ നമ്മൾ ഈ സൈഡിലത്തെ ഇത് മാത്രമേ കാണണുള്ളൂ. അപ്പൊ അതൊക്കെ ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ല, അത് സാൻഡപ്പം പറഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ പഴയ കാര്യം, ഞാൻ വന്ന ഇടയ്ക്ക് ഇതേപോലെ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയി. അപ്പൊ അത് അമേരിക്കൻ സൈഡ്. അപ്പൊ അമേരിക്കൻ സൈഡ് കനേഡിയൻ സൈഡിൽ നിന്നാണ് അത് ഭംഗി. അത് ആ ഒരു യു ഷേപ്പ് അവിടെ അതിരപ്പള്ളി കാണുന്നല്ല, ഭയങ്കര ചെറിയൊരു ഇത്. പിന്നെ ബോട്ടിലൊക്കെ കയറിയാൽ കുറച്ചും കൂടെ കാണാന്നല്ലാതെ നമ്മൾ കനേഡിയൻ സൈഡ്. അപ്പൊ അന്ന് വിസ ഇല്ല. സംഭവം പാലം കടന്നാൽ മതി, പക്ഷെ വിസ വേണം. ഇപ്പോൾ വിസ ചോദിച്ചപ്പോൾ $120 എപ്പോഴില്ല. അപ്പം അന്ന് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ചെറിയ ശമ്പളമൊക്കെ അല്ലേ ഉള്ളൂ ഇവിടെ വന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തപ്പി നടന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ബോർഡ് ഇങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്, ഒരാൾക്ക് $75 എന്ന് പറഞ്ഞു. അപ്പോൾ വെച്ച് ഓക്കെ 120, ഇത് 2005-2006 കാര്യമാണ് പറയുന്നത്. അപ്പോൾ അന്ന് $75 ഭയങ്കര, നമുക്ക് ഭയങ്കര റേറ്റാണ് അന്ന്. എന്നാലും നമ്മൾ വെച്ചു ഓക്കെ 120 ഇല്ലല്ലോ, നയഗ്ര ഫോൾസ് ഇതില്ലല്ലോ. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും അതിൻ്റെ വിഷ്വൽസ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അത് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയല്ലേ. ഇപ്പോൾ എനിക്ക് ആ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് സ്റ്റാൻഡപ്പം പറയുമ്പോഴത്തേക്ക്, കാരണം ഈ ഹെലികോപ്റ്റർ രോമാൻറ്റിക്, കാരണം ഇത് ആ മുകളിൽ നിന്ന് കാണണം. പിന്നെ ഈ ഹെലികോപ്റ്റർ റൈഡറിനെ മനസ്സിലായി നമുക്ക്, നമ്മള് ഇൻട്രസ്റ്റ് ആണ്. ഇന്ന് പുള്ളിക്കാരെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ വരുമല്ലോ ഇതിന്റെ ഫ്രണ്ടിൽ വന്ന്, ഇത് ഭയങ്കര നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ. പക്ഷെ ആതിരപ്പള്ളിക്ക് ഒരു പവറുണ്ട്. നമ്മൾ നല്ല മഴ പെയ്യുന്ന സമയത്ത്, പിന്നെ ആ സമയത്ത് ഈ ഒരു വിഷ്വലൊക്കെ നമുക്ക്, ഞാനിപ്പോ ഈ വിക്ടോറിയ ഫോൾസ് കഥ പറഞ്ഞിട്ട് ഞാൻ ഈ സാധനം മേലെ കൂടെ കാണണം മുമ്പിൽ വന്നു. അപ്പൊ അവിടെ നിന്നു കഴിഞ്ഞാൽ വിക്ടോറിയ ഫോൾസിൽ, അതാണ് ഞാൻ പറഞ്ഞ, അവിടെ എയർപോർട്ട് പോലും ഇല്ല. എയർപോർട്ട് ഉണ്ട്, വേറെ മെയിൻ എയർപോർട്ട് ഉണ്ട്. ഞാൻ അവിടെ ഒരു ഹെലികോപ്റ്റർ റൈഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ അല്ല, മറ്റേ മൈക്രോലൈറ്റ് തിരിച്ചു പോകണം. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആൾക്കാരെ ഹയർ ചെയ്ത്, പൈലറ്റുമാരെ ഹയർ ചെയ്തിട്ട് നമ്മൾ ബൈക്കിന്റെ ബാക്കിലിരിക്കുന്ന പോലെ കയറിയിരിക്കുക, നാച്ചുറൽ എയർ അടിക്കുന്നു, ഒരു ഫാൻ കിട്ടും ബാക്കിൽ തിരിയുന്നുണ്ട്, മറ്റേ അങ്ങനെ ഈ സാധനം പോവാ. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ അവിടെ എത്തുമ്പോൾ ഞാൻ ഈ വീഡിയോ ഓണാക്കി പിടിച്ചിട്ടില്ലോ, അപ്പോൾ ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇയാൾക്കാണെങ്കിൽ ഹരം കൂടി, ചേട്ടൻ പറഞ്ഞ പോലെ ഹരം കൂടിയപ്പോൾ ആള് ഇതിനുള്ളിൽ ഈ വേപ്പർ പൊന്നുമ്പോൾ മേഘം ഉണ്ടാവില്ല, മേഘത്തിൻ്റെ ഉള്ളിൽ കയറ്റി ഇങ്ങനെ ഇറക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ലേ. അതൊക്കെ അതെനിക്ക് $120-150 അവിടെയും ചിലവായത്. അത് എനിക്ക് നമുക്കൊരു സ്പോൺസർഷിപ്പ് കിട്ടി. പക്ഷെ അത്
ചെയ്തപ്പോൾ മനസ്സിലായി അത് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏക്കർ സ്ഥലത്ത് ഒരു സ്ട്രിപ്പ് ഉണ്ടാക്കിയിരിക്കുക. ആ സ്ട്രിപ്പ് സാധാരണ പുല്ല് ഒരു കോൺക്രീറ്റിൽ ഒരു പുല്ലും ഈ സാധനം ഓടിക്കുന്നു പൊന്തിക്കുന്നു പോണു വരുന്നു, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അല്ല അത് നമുക്ക് ഇംപ്ലിമെന്റ്, കാരണം പലരും ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റി കൺസേൺ അത്, പക്ഷേ സേഫ്റ്റി നമ്മൾ നോക്കുക, നമ്മൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഏവിയേഷനിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ അത് ന്യൂസ് ആവും. കാറുകൾ അപകടം പറ്റിയ ന്യൂസ് ആവില്ല. എത്ര ആൾക്കാർ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകമെമ്പാടും മരിക്കണേ നമുക്ക് എണ്ണം ലോകമെമ്പാടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് നമുക്ക് ചിന്തിച്ചാൽ തലയിറങ്ങി വീഴും. ഫ്ലൈറ്റ് അത്ര റെയർ ആയതുകൊണ്ടാണ് നമ്മളത് വാർത്തയാകുന്നത്. കൊല്ലത്തിൽ 1-2 മെയിൻ അപകടം ഇപ്പോൾ ബോയിങ്ങിന് പിന്നാള് ഒരു സംഭവം പറഞ്ഞു, പക്ഷെ അത് മറ്റേ ഇതിനുള്ളിൽ പെട്ടിട്ടാണ് അങ്ങനെ ഉണ്ടായത്. അങ്ങനെ വളരെ അപൂർവമാണ് മരണങ്ങളും സംഭവങ്ങളൊക്കെ അപൂർവങ്ങളാണ്. ടെക്നോളജി ഒക്കെ അതേപോലെ വലുതായില്ലേ. കാരണം ഇപ്പോഴും നമ്മളുടെ AI ടെക്നോളജിയൊക്കെ ഇത്രയും വന്ന സ്ഥിതിക്ക് നമ്മൾ ഒരുപാട് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതിൻ്റെ സെൻസേഴ്സും കാര്യങ്ങളും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു ഏവിയേഷൻ മേഖല ടൂറിസം കേരളത്തിൽ എല്ലായിടത്തും കോഴിക്കോടായാലും ഇപ്പോൾ വയനാടായാലും ഇപ്പോൾ ഓക്കെ വയനാട് ചുരം എൻ്റെ അപ്പനമ്മയ്ക്ക് വയനാട് ചുരം കയറാൻ പോകാന്ന് പറഞ്ഞാൽ അമ്മ ഛർദ്ദിക്കും. അമ്മയ്ക്ക് ചുരം കയറാന്ന് പറഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ നമുക്ക് പൈസ ഒന്നും ഉണ്ടല്ലോ, ഒരു 5,000 രൂപ കൊടുത്തിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ഇവിടെ ഇന്ത്യയിൽ മാത്രം ഇപ്പോൾ യൂറോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണെങ്കിൽ 2,000 രൂപ 3,000 രൂപയ്ക്കാണ് എല്ലാവരും യാത്ര ചെയ്യണം. ഇന്ത്യയിലാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് ഇറങ്ങിയപ്പോൾ ഒരു 10,000-20,000 മേടിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വയനാട് ചുരം അടിയിൽ നിന്ന് മേലേക്ക് കയറാനായിട്ട് ഒരു അവസരം ഒരാൾക്ക് ഒരു 1 ഡേ ട്രിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ മലയാളികൾ വിദേശത്തെ ആൾക്കാർ വരണ്ട, മലയാളികൾ തന്നെ അല്ല അതൊക്കെ ഒരു അത് മലയാളി വിദേശികളിൽ നിന്ന് പറയുന്നെങ്കിലും ഇപ്പം നമ്മളുടെ ഇവിടെ ഉള്ള സുഹൃത്തുക്കളൊക്കെ ഇതേപോലെ കേരളത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കേരളത്തെ പറ്റി തന്നെ അറിയുന്നവർ കുറവാണെന്ന് ഞാൻ നമ്മൾ അവിടെ ഇരിക്കും, നമ്മൾ വിചാരിക്കും കേരളം ഗോഡ്സ് ഓൺ കൺട്രി, ഇത് അറിഞ്ഞൂടാത്ത ആരുണ്ടെന്ന് ചിന്തിക്കും. നിങ്ങളൊക്കെ പൊട്ടന്മാരാണോ അറിയാത്തത്? അതിനടുത്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഛത്തീസ്ഗഡിൽ ഇന്നാള് ഒരാളായിട്ട് ഞാൻ വെച്ചാൽ അങ്ങേർക്ക് അറിയില്ല കേരളത്തിന്റെ അങ്ങേര് ചെന്നൈ അറിയാം, കേരളം എന്ന് പറഞ്ഞ് ഇങ്ങനൊരു സ്ഥലമുണ്ട്, അവിടെ ഇന്ന സംഭവങ്ങളുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേനും അവരതിശയാണ്. അപ്പം ഞാനിതേപോലെ നമ്മളുടെ മൈക്രോസോഫ്റ്റിൽ ഫസ്റ്റ് ഒരു ടീമിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഒരു 10-30 പേരുണ്ടാവും ടീം. അപ്പോൾ എല്ലാവരും സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തും. അപ്പം നമ്മളിങ്ങനെ എവിടെ നിന്ന് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്ത് അത് ഇത് പിന്നെ എവിടെ നിന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ഇന്നടത്തു നിന്നാണ് എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എവിടെ നിന്നാ മറ്റേ ടർക്കിന്നോ ഒക്കെ അറിയാം, ഇറാനിന്നോ കേട്ടുണ്ട് ഇന്നസെന്റ് പറയുന്നതല്ല, കേട്ടുണ്ട് എന്ന് പറയുന്നതല്ല. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു കേരള ഇന്ത്യ ഇന്ത്യ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ സ്ലൈഡിൽ ഈ കേരളത്തിൻ്റെ തൃശ്ശൂർ പൂരം ഒന്ന് വെച്ചു, തൃശ്ശൂർ പൂരം ഒന്ന് വെച്ചു, പിന്നെ നമ്മൾ മൂന്നാറിൻ്റെ ഒന്ന് വെച്ചു, പിന്നെ ഒരു കളരിപ്പയറ്റ്, പിന്നെ ഹൗസ് ബോട്ട്, അങ്ങനെ 2-3 പടങ്ങൾ വെച്ചിട്ട് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഇട്ടിരുന്നു. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മറ്റേത് ഫീമെയിൽ ടു മെയിൽ റേഷ്യോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റാറ്റിക്സ് എല്ലാം വെച്ചപ്പോൾ ഒരു ആഫ്രിക്കൻ യാത്രയ്ക്ക് ശേഷം ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര യൂറോപ്പിലേക്കാണ്. ഫ്രാൻസ്, ലക്സംബർഗ്, ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ലിസ്റ്റൻഷൈൻ, ഇറ്റലി എന്ന യൂറോപ്പിലെ 7 മാസ്മരിക രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ യാത്ര ആയതുകൊണ്ട് തന്നെ 7 പേരിന് മേലെയുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഈ യാത്രയിൽ ഉൾപ്പെടുത്തുന്നില്ല. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ യൂറോപ്യൻ സീരീസിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഫ്ലൈറ്റുകള് കാറുണ്ടാക്കണ പോലെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ടിരിക്കണ